ബിഗ് ബോസ് ലൈവിൽ ഇന്ന് നടന്ന മൂന്നാമത്തെ ടാസ്ക്കായ ഓണമധുരം ടാസ്കിൽ വിജയിച്ച തെക്കേടത്ത് ഗ്രൂപ്പിനെ പറ്റിയുള്ള ചർച്ചകളാണ് ബിഗ് ബോസ് ഹൗസിൽ മൊത്തം. വിധികർത്താക്കളായ ശൈത്യയും രേണുസുധിയും അനീഷും കൂടി ചർച്ച ചെയ്തതിന് ശേഷം അനീഷാണ് വിധി പ്രഖ്യാപിച്ചത്. എന്നാൽ അനീഷ് വ്യക്തിവൈരാഗ്യം ഉള്ളതുകൊണ്ട് മറ്റ് ഗ്രൂപ്പുകളുടെ കാര്യം കറക്റ്റായിട്ട് വിധി പ്രഖ്യാപിച്ചില്ല എന്നാണ് ഷാനവാസ് പറയുന്നത്. ഷാനവാസിനോട് ഉള്ള ഒരു വ്യക്തിവൈരാഗ്യം ഉള്ളതുകൊണ്ട് വിധി പ്രഖ്യാപനം കറക്റ്റായിട്ട് ചെയ്തില്ലെന്നാണ് ഷാനവാസ് പറയുന്നത്. ഇവൻ എന്നോട് നേരത്തെ വൈരാഗ്യമുണ്ട്, ഇവൻ ആ വൈരാഗ്യം വെച്ചിട്ടാണ് ഇപ്പോൾ വിധി പ്രഖ്യാപിച്ചത്. ഇനി ഒരിക്കലും ഇവനെ ജഡ്ജായിട്ട് ഇരുത്തരുത്, ഇവനെ ഇനി ജഡ്ജിങ്ങിനായിട്ട് ഇവനെ കയറാൻ അനുവദിക്കരുത്. അപ്പോൾ പ്രവീണുണ്ട്, ആദിലയുണ്ട്, രേണുസുധിയുണ്ട്, ഷാനവാസുണ്ട്. ഇവർ 4 പേരും ഇരുന്നിട്ട് പറയുകയാണ് ഇതുപോലെ ഒരു വിധി പ്രഖ്യാപനം ഇനി മേലാൽ ആരും ചെയ്തേക്കരുത്. മനഃപൂർവ്വം ഞങ്ങളുണ്ടാക്കിയ പായസത്തിന് കുറ്റം പറഞ്ഞതാണ് അനീഷ്. പ്രവീൺ പറയുന്നുണ്ട് ഇവൻ കള്ളനാണോ ജഡ്ജി ആക്കിയത്, ഇവനെ എന്തിനാ ജഡ്ജിങ് പാനലിൽ ഇവനെ ഇട്ട് എന്തിനാ, വെറും വൃത്തികെട്ട ഒരു ജഡ്ജ്, പേഴ്സണൽ കാര്യങ്ങൾ വെച്ച് ജഡ്ജ് ചെയ്തേക്കുന്നത്. ഇനി എന്തെങ്കിലും ഒരു കാര്യം ജഡ്ജ് ചെയ്യാനായിട്ട് ഇവൻ വരട്ടെ എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. വ്യക്തിവൈരാഗ്യം വെച്ച് ജഡ്ജ് ചെയ്യണ ജഡ്ജി, ഇനി ഇവൻ എന്തെങ്കിലും ജഡ്ജ് ചെയ്യാനായിട്ട് ഇനി വരട്ടെ. ഷാനവാസ് ഭയങ്കര ദേഷ്യത്തിലാണ്. എന്നാൽ അനീഷ് ഇതെല്ലാം കേട്ടുകൊണ്ട് കിച്ചൻ്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ ശരത്തുമായിട്ടുള്ള ഇതുപോലെ ഇവൻ ജഡ്ജ് ചെയ്തായിരുന്നു, അന്ന് കണ്ടില്ലേ, ഇവൻ വ്യക്തിവൈരാഗ്യം മാത്രം വെച്ചിട്ട് ജഡ്ജ് ചെയ്യുന്നവനാണ്, ഇവൻ ഇനി ഈ ജന്മത്തിൽ ഇവനെ ഞാൻ ജഡ്ജ് ആക്കരുത് എന്ന്. അപ്പം അതിലേ നൂറേം പറയുന്നുണ്ട് കുഴപ്പമില്ല, പായസം എന്തായാലും നമ്മുടെ തന്നെ ആയിരുന്നു ബെസ്റ്റ്. അനീഷ് പറയുന്നുണ്ട് ഭൂരിപക്ഷ അഭിപ്രായം വെച്ചാണ് ജഡ്ജ് ചെയ്തേക്കുന്നത്. ഭൂരിപക്ഷ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ശൈത്യയും രേണുസുധിയും അനീഷും കൂടി എടുത്ത തീരുമാനം അനീഷ് പ്രഖ്യാപിച്ചു എന്ന് മാത്രമേ ഉള്ളെന്ന് അനീഷ് പറയുന്നുണ്ട്. അപ്പം അതിൽ പറയുന്നുണ്ട് വേണ്ട ഇനി നിങ്ങളൊന്നും പറയണ്ട, നിങ്ങൾ എന്തൊരു കള്ളത്തരമാണ് നിങ്ങൾ കാണിച്ചത്, മേലെ ഇതുപോലുള്ള ജഡ്ജിമെൻറ്റ് ഇനി മേലെ ചെയ്തേക്കരുത്. നാണം ഉണ്ടോടോ നിങ്ങൾക്ക് ഇങ്ങനെ കള്ളത്തരം കാണിക്കാൻ, ജഡ്ജ് ചെയ്യാൻ? നിങ്ങളിങ്ങനെ കാണിച്ച് എന്താണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കള്ളത്തരം കാണിച്ചത്, നിങ്ങൾക്ക് നാണം ഉണ്ടോടോ എന്ന് എടുത്തെടുത്ത് അതിൽ ചോദിക്കുന്നുണ്ട്. അനീഷിന് നേരെ ഫയറെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഷാനവാസ് പറയുന്നുണ്ട് ബിഗ് ബോസ് ഇതിനൊരു തീരുമാനം എടുക്കണം, ഫൈനൽ ഡിസിഷൻ ബിഗ് ബോസ് എടുക്കണം, കാരണം അവരുണ്ടാക്കിയ പായസം ബ്രഹ്മസലി വെന്തില്ലെന്ന് പറയുന്നുണ്ട്, പിന്നെ മറ്റേ ഏലക്കാട സ്മെല്ല് കൂടുതലാണെന്ന് പറയുന്നുണ്ട്, എല്ലാ പായസത്തിനും ഓരോ മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. മൊത്തത്തിൽ പെർഫെക്റ്റായ ആൾക്കാണ് കൊടുത്തതെന്ന് അനീഷ് പറയുന്നുണ്ട്. എന്തായാലും മൊത്തത്തിൽ ഭയങ്കര ബഹളം തന്നെയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തുടർന്നുള്ള ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഇഷ്ട കണ്ടസ്റ്റൻറ്റിൻ്റെ പേര് കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ.